ABC പ്രേക്ഷകർക്ക് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ അതിഥി ജ്യോതിർഘോഷ് സാറാണ്. അദ്ദേഹം മാതൃഭൂമി പത്രത്തിലെ ന്യൂസ് എഡിറ്ററായിരുന്നു. കൂടാതെ നല്ലൊരു റൈറ്ററാണ്. 4 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായി എഴുതി പുറത്തു വന്നിട്ടുണ്ട്. സ്വാഗതം സാർ ABC ന്യൂസിലേക്ക്. സ്വാഗതം സാർ. ഇപ്പം നമ്മൾ കണ്ടിരുന്നത് ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ വത്തിക്കാനിൽ ഒരു വലിയ സമ്മേളനമൊക്കെ നടത്തി. അതിനുശേഷം ശിവഗിരി മഠത്തിൻ്റെ അധികൃതർ പറഞ്ഞത് ഇവിടെ ഒരു സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രം സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹം എന്നത്. ഈ സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ദൈവമാണ് നല്ലത്, ഞങ്ങളുടെ ദൈവത്തിൽ മാത്രം വിശ്വസിക്കൂ, മറ്റൊരു വിഭാഗത്തിലുള്ളവർ അവരുടെ ദൈവത്തിലാണ് കൂടുതൽ ശക്തിയുള്ളത് എന്ന രീതിയിൽ നിൽക്കുന്നു. പക്ഷേ ഹിന്ദുമതം മാത്രമാണ് എല്ലാ മതങ്ങളെയും സ്വാംശീകരിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രത്തിന് വലിയ പ്രസക്തി ഉണ്ടോ? അത് നല്ല ചോദ്യമാണത്. ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ ഈ സർവ്വമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം വത്തിക്കാനിൽ വെച്ചിട്ട് അതിൻ്റെ 100ാം വാർഷികം ആചരിക്കുന്നു എന്ന് പറയുന്നത് അത് ആദ്യം കേട്ടപ്പോൾ ഒരു നല്ലൊരു സംരംഭമായിട്ട് തോന്നി. കാരണം അതിൻ്റെ ഒരു വളരെ ചരിത്രപരമായൊരു സംഗതി അതിന്നും വളരെ പ്രസക്തമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ശതാബ്ദി ആഘോഷം ഇവിടെ വെച്ച് നടത്തി അത്ര ശ്രദ്ധിക്കപ്പെടില്ല. പക്ഷെ അത് വത്തിക്കാനിൽ കൊണ്ടുപോയി നടത്തുന്നു, 2024 നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡയമെൻഷൻ, അതിൻ്റെ ഒരു വിവിധ മാനങ്ങളൊക്കെ ഓർത്തപ്പോൾ നന്നായിരുന്നു തോന്നി. പക്ഷെ അവിടെ വെച്ചിട്ട് ഈ ഒരു സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രം തുടങ്ങുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം ഈ ശിവഗിരി മഠത്തിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സന്യാസിമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഒരു വളരെ സങ്കടം തോന്നിപ്പോയി. സങ്കടമല്ല, ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ശിവഗിരിയിലെ ആ സ്വാമിമാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സന്യാസിമാർക്ക് ഗുരുവിനെ അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു വെളിപ്പെടുത്തലൂടെയായിരുന്നു സാധനം. അതായത് ഗുരുവിൻ്റെ ചിന്തകൾ ഏത് രീതിയിൽ പോകുന്നു അനുസരിച്ചായിരുന്നില്ല അവരുടെ പ്രവൃത്തി അല്ലേ? ഗുരുവിൻ്റെ ദർശനം, അതെ, ആ ഗുരുവിൻ്റെ ദർശനം അല്ലെങ്കിൽ ഗുരു ഈ കേരളത്തിൽ എങ്ങനെയാണ് ഗുരു അവശേഷിച്ചിട്ട് പോയത്, ഗുരു എന്തായിരുന്നു, അതാണല്ലോ പ്രസക്തി. അതെ, ഗുരു എന്നുള്ള വ്യക്തി സത്യം പറഞ്ഞാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാലം വെച്ച് കഴിഞ്ഞു. പക്ഷെ ഗുരു എന്താണെന്നുള്ളത് അറിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ശിവഗിരി മഠത്തിൻ്റെ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ശിവഗിരി സ്ഥാപിച്ചത് ഗുരുവാണ് അല്ലേ? അതെ. അപ്പോൾ അതിന് വളരെ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. അതേപോലെ അരുവിപ്പുറം പ്രതിഷ്ഠ, അതിൻ്റേതായ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. അതിന് ഒരു തലത്തിൽ നോക്കുമ്പോൾ അതിന് കാലാതീതമായ ഒരു നിലനിൽപ്പുണ്ടാവും. അതേ സമയത്ത് വർത്തമാന സമൂഹത്തിൻ്റെ പ്രായോഗികതമായി ബന്ധമുണ്ടാവും. ഗുരുവിൻ്റെ ഏത് വാക്കുകളും ഏത് കാവ്യശകലങ്ങളായിക്കോട്ടെ, ഏത് സംഭാഷണങ്ങളായിക്കോട്ടെ, ഏത് പ്രവൃത്തികളായിക്കോട്ടെ എടുത്തു നോക്കിയാൽ ഈ 2 തലങ്ങൾ എപ്പോഴും കാണാൻ പറ്റും. ഒന്ന് അതിൻ്റെ വർത്തമാനകാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ആ പ്രായോഗികത. അതേ സമയത്ത് ആ പ്രായോഗികതയുടെ ഒരു പശ്ചാത്തലം, ഒന്നിന് കാലിക പ്രസക്തി, മറ്റേത് കാലാതീതവുമായിരിക്കും. ആ കാലാതീതം എപ്പോഴും അത് ഗുപ്തമായിരിക്കും. അപ്പോഴാണത് ഈ കാലത്തിൽ തിളങ്ങി നിൽക്കുക. ഈ 2 വശങ്ങൾ എല്ലായിടത്തും കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പ്രത്യക്ഷപ്പെടാതെ കാണുന്ന ആ ഒരു അവസ്ഥയാണ്, അതാണ് ശരിക്കും ഗുരു എന്ന് പറയുന്ന സംഗതി. അപ്പോൾ അതിനെ അറിയുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അവിടെ നമ്മൾ അവിടെ വത്തിക്കാനിൽ കണ്ട സ്വാമിമാരൊക്കെ ഇപ്പോൾ ഗുരുവിൻ്റെ ശ്ലോകമൊക്കെ വേണമെങ്കിൽ എടുത്ത് അതിഗംഭീരമായിട്ട് വ്യാഖ്യാനിക്കും. അത് വളരെ രസകരമായിട്ട് കേൾക്കുകയും ചെയ്യും. കേൾക്കുന്നവർക്ക് തോന്നും ഇദ്ദേഹം ഗുരുവിൻ്റെ ഈ ഒരു സാഹിത്യത്തിൽ അല്ലെങ്കിൽ കവിതകളിലൊക്കെ അഗ്രഗണ്യനാണ്, അതിഗംഭീരമായ വ്യാഖ്യാനം കേൾക്കാണ്ടാണെന്നൊക്കെ തോന്നും. പക്ഷേ അവിടെ അതുകൊണ്ട് ഗുരുവിനെ അറിയണമെന്നില്ല. ഗുരുവിനെ മനസ്സിലാക്കുന്നതും ഗുരുവിനെ അറിയുന്നതും രണ്ടാണ്. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര, ഇപ്പോൾ പഞ്ചസാരയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു കെമിസ്ട്രിയൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഗവേഷണം ചെയ്ത് അതിൻ്റെ പല പരിണാമങ്ങളെക്കുറിച്ചും അതിൻ്റെ രാസഘടകങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ അംശങ്ങളെക്കുറിച്ചുമൊക്കെ ഗംഭീരമായ സാധനം ഉണ്ടാക്കിയും അതിനകത്ത് ഇതുവരെ കണ്ടെത്താത്ത തലങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി പുതിയ കണ്ടെത്തൽ നടത്തി പ്രബന്ധം എടുത്ത് ഡോക്ടറേറ്റ് എടുക്കാം. ആ വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും മധുരം ഉപയോഗിച്ചിട്ടില്ല എന്ന് കരുതുക. മധുരം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് പഞ്ചസാരയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റും. എന്നാൽ ആദ്യമായിട്ട് ഈ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തി അതുവരെ പഞ്ചസാര ഉപയോഗിക്കാത്ത വ്യക്തിയാണെന്ന് കരുതുക, നമുക്ക് സങ്കല്പിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്നിട്ട് ആദ്യമായിട്ട് ഈ ഡോക്ടറേറ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു നുള്ളു പഞ്ചസാര എടുത്ത് വായിലിടുമ്പോൾ, നാവിൽ വയ്ക്കുമ്പോഴാണ് അദ്ദേഹം പഞ്ചസാര അറിയുന്നത്.
ഇതാണ് ഈ അറിവും മനസ്സിലാക്കലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഈ നമ്മളൊരു വിഷയത്തെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് സംസാരിക്കുകയും ഭാവിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ വളരെ മനോഹരമായ നറേറ്റീവ് അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് നമുക്കൊരുമാതിരി അതിമനോഹരമായ ഒരു പഴം പോലെ സ്വീകരിക്കാൻ തോന്നും. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് ഭയങ്കര ബഹുമാനവും തോന്നും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത് നമ്മുടെ ഒരു മനസ്സിനെയും ബുദ്ധിയെയും തൃപ്തിപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അറിയുന്നത് വ്യത്യസ്തമാണ്. അത് വളരെ നിസ്സാരമാണ്. ഈ പഞ്ചസാര എടുത്ത് നാവിലിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാരയുടെ രുചി എന്താണെന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് പിന്നെ അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പിന്നെ ആ അറിവിനെ ഇല്ലാതാക്കാനും പറ്റത്തില്ല. അതാണ് ഒരിടത്തിനെ അറിയുന്നു എന്ന് പറയുമ്പോഴുള്ള സംഗതി. അപ്പം ഈ അറിയുന്നതിനെയാണ് ശ്രീനാരായണ ഗുരു അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ അറിവ് എന്ന് പറയുന്ന ആ അറിവ് ഓരോ വിഷയങ്ങളിൽ ഈ രീതിയിൽ അറിവ് വരുമ്പോഴാണ് അത് മനുഷ്യനെ സുഖത്തിലേക്ക് നയിക്കുക. അപ്പോൾ ആ അറിവ്, സുഖം, ഇതിനെ രണ്ടിനെയൊക്കെ ചേർത്തിട്ടാണ് ഇതിനെയൊക്കെയാണ് ഗുരു ദൈവം എന്ന് പറയുന്നത്. ഇതൊരു വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊരു സമൂഹത്തിനൊന്നും അറിയാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് ഇത് വളരെ മനോഹരമായിട്ട് അറിയാം. ഇപ്പോൾ ഉദാഹരണത്തിന് മധുരം ആർക്കറിയാൻ പറ്റും? അത് രുചിച്ച് നോക്കുന്നതൊക്കെ അറിയാം. ഇപ്പോൾ എനിക്ക് സിനിജിക്ക് എത്ര തന്നെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാലും മധുരം എന്താണെന്ന് പറഞ്ഞുതരാൻ പറ്റില്ല. അത് രുചിച്ച് തന്നെ അറിയേണ്ട സാധനമാണ്. അപ്പോൾ ഇത് അറിഞ്ഞ വ്യക്തികൾക്ക് മറ്റുള്ളവരെ ഇത് പകരാനുള്ള വ്യഗ്രത വരും. അപ്പോൾ അത് അവരെ കൊണ്ട് അതിലേക്ക് കൊണ്ടുവരണം, അതിലേക്ക് വഴി നടത്തിക്കണം. അങ്ങനെ വഴി നടത്തിച്ച് ഇതിനെ അറിവിലേക്ക് കൊണ്ടെത്തിക്കുക. മനസ്സിലായില്ലേ? ആ വഴി നടത്തിക്കലിനുള്ള മാർഗങ്ങളാണ് ഗുരു ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയത്. അദ്ദേഹം അറിഞ്ഞ അതിനെ അനുഭൂതി എന്ന് പറയുന്നത്. അറിയുന്ന പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഉപ്പിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും അറിയുന്നതിൻ്റെ അവസ്ഥയാണ് അതിന് അനുഭൂതി തലമെന്ന് പറയുന്നത്. ആ അനുഭൂതിയെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള സംഗതികളാണ് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളാണെങ്കിലും കവിതകളാണെങ്കിലും പിന്നെ സംഭാഷണ ശകലങ്ങളാണെങ്കിലും ഇവിടുത്തെ പ്രതിഷ്ഠകളാണെങ്കിലും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ അരുവിപ്പുറം എടുത്ത് നോക്കുക. അരുവിപ്പുറത്ത് അവിടെ ഗുരു ചെയ്തു വെച്ചതിനകത്തുനിന്ന് ഒന്നും ഇനി ചെയ്യാനില്ല എന്നുള്ളതാണ്. അത് തൊടാൻ പാടില്ല സാധനം. കാര്യം അത് വളരെ കൃത്യതയോടുകൂടി അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അരുവിപ്പുറത്ത് നടത്തിയിരിക്കുന്ന പ്രതിഷ്ഠ അത് ശരിക്കും പറഞ്ഞാൽ തത്വത്തെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ തത്വത്തെ അറിയണം, അത് അറിവിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അവിടെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അതിനപ്പുറം ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഇതെങ്ങനെ അറിവിലേക്ക് കൊണ്ടുവരാം? അറിവിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ വഴിയിലൂടെ പടികളെയും കൂടെ കയറിപ്പോയേ പറ്റത്തുള്ളൂ. സാധാരണ അറിയാത്ത വ്യക്തിക്ക്, ഉദാഹരണത്തിന് പഞ്ചസാരയെക്കുറിച്ച് അറിയാത്ത വ്യക്തിക്ക് പഞ്ചസാര അറിയാത്തിടത്തോളം കാലം, രുചി അറിയാത്തിടത്തോളം കാലം അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ പഞ്ചസാര ഇന്നതാണെന്നും അതിന് മധുരം എന്നുള്ള അവസ്ഥയാണെന്നും മധുരം എന്നുള്ള അവസ്ഥയിൽ മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ആ സുഖമെന്നും അതിൻ്റെ രസമെന്നും ഒക്കെ പറഞ്ഞ് കേട്ട് വരുമ്പോഴത്തേക്ക് താല്പര്യം ജനിക്കുകയും ആ വഴിയിലൂടെ പോവുകയും അങ്ങനെ ആ അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭാഗ്യമുണ്ടെങ്കിൽ മധുരം അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. അതിൻ്റെ ഒരു പ്രായോഗികമായ ഒരു പരിഭാഷ, എങ്ങനെ ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് ശിവഗിരി. ശിവഗിരിയിൽ വേറെ അദ്ദേഹം ഒരു പ്രതിഷ്ഠയും നടത്തിയിട്ടില്ല. ആ ഗിരിയാണ് ശിവനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് ശിവഗിരി. ആ ശിവഗിരിയെ മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ അരുവിപ്പുറത്തെ ശിവൻ, ഇവിടെ ശിവഗിരി. ആ ശിവൻ എന്ന തത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ, ആ തത്വത്തെ അറിയണമെങ്കിൽ, മനസ്സിലാക്കണമല്ല അറിയണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. ആ വഴിയെന്ന് പറയുന്നത് വിദ്യയുടെ വഴിയാണ്. ആ വിദ്യ അതുകൊണ്ടാണ് അവിടെ ശാരദ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. എത്ര മനോഹരമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കും. അതിൻ്റെ സൗന്ദര്യം നോക്കണം. അതായത് തത്വം, പ്രയോഗം, സൗന്ദര്യം, ഈ 3 ഘടകങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ശാരദ പ്രതിഷ്ഠ നടത്തിയതിലൂടെ വിദ്യയിലൂടെ ആണ് ഈ അറിവിലേക്ക് എത്തേണ്ടത്. അല്ലാതെ കുറുക്ക് വഴികൾ വേറെ ഒന്നുമില്ല. വിദ്യയിലൂടെ ഈ വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ശിവമെന്ന് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത്തരം രീതിയിലാണ് ശിവഗിരി പ്രാപ്തമാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്തൊന്നും ചെയ്യാം. ഈവൻ ശ്രീനാരായണ ഗുരു സമാധി ആയതിനു ശേഷം അവിടെ സമാധി ഉണ്ടെന്ന സ്ഥലത്തൊരു ഗുരുമന്ദിരം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ശിവഗിരി പോകുന്നവരോട് ചോദിച്ചു നോക്കി അറിയാൻ പറ്റും. അവരവിടെ പോകുന്നത് ശാരദാദേവിയെ കാണാനുമല്ല, ശിവഗിരിയെ അറിയാനുമല്ല. അവിടെ ശിവഗിരിയിൽ പോകുന്ന ആൾക്കാർ അതിൻ്റെ
മറ്റേ മുകളിൽ കയറി ഗുരുമന്ദിരത്തിൽ കയറി അവിടെ ഇപ്പം വഴിപാട് അതുപോലുള്ള ഉദ്ദിഷ്ടകാര സിദ്ധ്യ പൂജകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവിടെ ഇപ്പം. ആ ഒരു അമ്പലത്തിൻ്റെ രൂപത്തിലാക്കി ശ്രീനാരായണ ഗുരുവിനെ ഒരു സാധാരണ ദൈവത്തിൻ്റെ അവസ്ഥയിലാക്കാനുള്ള ശ്രമമാണ്. അവിടെ അതുപോലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ കത്തിച്ച് കളയുക, ചാമ്പലാക്കി വളമായിട്ട് ഉപയോഗിക്കുക ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ചക്കിലിട്ട് ആട്ടുക, അല്ലേ? ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലും ചെയ്യാൻ ശിവഗിരിയിൽ പാടില്ലാത്തതായിരുന്നു. ഇപ്പോൾ നമ്മളവിടെ പോകുന്ന ആൾക്കാർ ചോദിച്ചു നോക്കിയാൽ അറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുകളിൽ കയറും, പിന്നെ ഗുരു ഉപയോഗിച്ച കട്ടിലും കസേരയും ഒക്കെ കണ്ടിട്ട് മടങ്ങി വരും. ഈ രണ്ട് കാഴ്ചകളാണ് ഇപ്പം മടങ്ങി വരുന്നവരുടെ ഉള്ളിൽ ശിവഗിരിയിൽ നിന്ന് വരുന്ന സാധനം. അപ്പോൾ ഗുരു ഉദ്ദേശിച്ച സ്ഥലത്തേക്കാണോ പോകുന്നത്? അല്ല. അപ്പോൾ അവിടെ സർവ്വമത പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ ആവശ്യം എന്താണ് ശിവഗിരിയിൽ? അപ്പോൾ അങ്ങനെ സർവ്വമത പ്രാർത്ഥനയുടെ ആവശ്യമാണെന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട മാളുകളെടുത്ത് നോക്കുക. ഈ മാളുകളിലെല്ലാം ഓരോ മതങ്ങളുടെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാളുകളിൽ പോയാൽ പോരെ. എയർപോർട്ടുകളിലുണ്ട്. ഈ പ്രത്യേക ശിവഗിരി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ശിവഗിരി പോകുമ്പോൾ ഈ തത്വത്തിൻ്റെയും പ്രയോഗവും മനസ്സിലാക്കുന്ന സമയത്ത് ഇത് പരമമായ അറിവിലേക്കാണ് പോകുന്നത്. ആ അറിവിലാണ് സുഖമിരിക്കുന്നത്. ആ സുഖം ഇരിക്കുമ്പോഴാണ് ഒരു മതത്തിനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അഴിഞ്ഞു പോകും. മനസ്സിലല്ലേ? വേണ്ടാന്ന് വയ്ക്കുകയല്ല, അഴിഞ്ഞില്ലാണ്ടാവും. അവിടെയാണ് മോചനം വരുന്നത്, അവിടെയാണ് അറിവ് വരുന്നത്, സുഖം വരുന്നത്. ആ സുഖത്തിൽ പിന്നെ മനുഷ്യനെ മനുഷ്യനായിട്ടല്ലാതെ കാണാൻ പറ്റില്ല. ഈ അറിവിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരു ശിവഗിരിയാക്കിയതും ശാരദാ പ്രതിഷ്ഠ നടത്തിയതും. അദ്ദേഹത്തിൻ്റെ നവോത്ഥാന പ്രക്രിയകൾ മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. അതുപോലെ സർഗാത്മകത, അതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ വത്തിക്കാനിൽ പിന്നെ അവിടെ പോയി സർവ്വമത സമ്മേളനം നടത്തി. അതിനുശേഷം ശിവഗിരി സന്യാസിമാരുടെ ഈ സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രം ശിവഗിരിയിൽ തുടങ്ങും എന്ന് പറഞ്ഞ പ്രഖ്യാപനമാണ് നമ്മൾ കേട്ടത്. അല്ലാതെ മറ്റെന്താണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ സന്ദേശം? ഗുരുവിൻ്റെ ഓരോ ചലനങ്ങളെടുത്ത ഓരോന്നും ഓരോ നാഴികക്കല്ലുകളാണ്. ഉദാഹരണത്തിന് കളർകോട് അവിടെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒറ്റ സംഗതി മതി ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംഗതിയായത്. അവിടെ ഈ കണ്ണാടിയുടെ പിന്നിലുള്ള രസം ചിരണ്ടി ഓം എഴുതി വരാൻ പറഞ്ഞു. പക്ഷെ എഴുതിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഓമിന് ദീർഘമില്ലാണ്ടായിപ്പോയി. അപ്പോൾ ഗുരു പറഞ്ഞു കുഴപ്പമില്ല, അത് തന്നെ മതി എന്ന് പറഞ്ഞു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയലക്റ്റിക്സിൻ്റെ, അതായത് ഡയലക്റ്റിക്സിനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വൈരുദ്ധ്യാത്മീയത മനസ്സിലാക്കി. വൈരുദ്ധ്യാത്മീയത അല്ലല്ല. അത് മുനി നാരായണ പ്രസാദ് കൊടുത്തിരിക്കുന്നതിൻ്റെ മനോഹരമായ പരിഭാഷ എന്ന് പറഞ്ഞാൽ യോഗവിദ്യ എന്നാണ്. ഞാനതിന് പറയുന്ന ഒരു എൻ്റെ കാഴ്ചയിൽ വന്ന ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ പ്രണയവിദ്യ എന്നുള്ളതാണ്. പ്രണയവിദ്യ എന്ന് പറയുന്ന സംഗതിയാണ് ഡയലക്റ്റിക്സിന് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ യോഗവിദ്യയൊക്കെയാണ്. ഒരു താത്വികമായ രീതിയിൽ യോഗവിദ്യയാണ് ഏറ്റവും മനോഹരമായ ഡയലക്റ്റിക്സിനുള്ള ഒരു പരിഭാഷ എന്ന് പറയുന്നത്. പ്രായോഗികം നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു പ്രണയവിദ്യ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ ഓം. അതങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുക, സിനുജി ആലോചിച്ച് നോക്കുക. നമ്മൾ ആ ഓം കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ദീർഘമില്ലാത്ത ഓമാണോ നമ്മളിൽ ഉണരുക, അതോ ഓം തന്നെയാണ് ഉണരുക? മനസ്സിലായില്ലേ? അവിടെ ഓം എന്നാണ് കണ്ടെങ്കിലും അത് കാഴ്ച എന്തിനു വേണ്ടി? നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതിലേക്കൊന്ന് ഉണർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ആ ഉണർവ് നമ്മളിലേ ഉണ്ടാകത്തില്ല, അത് പ്രതിഷ്ഠയിലൊന്നുമില്ല. പ്രതിഷ്ഠ വെറും സൂചകങ്ങളാണ്. നമ്മളെ വിരൽ ചൂണ്ടി കാണിക്കുന്നു, അല്ലെ നമ്മളെ പ്രതീകാത്മകമായിട്ട് കാണിക്കുന്നു. അത് ഓരോ വ്യക്തിയും കാണുന്ന ഓരോ രീതിയിലാണ്. ഇപ്പോൾ ചില വ്യക്തികളുണ്ട് ഓം എന്ന് വായിക്കുന്നില്ല, ഞാനതിനെ ഓംന്നേ വായിക്കുള്ളൂ എന്ന് ചിലർ വാശി പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് പ്രതീകാത്മകമാണ്. അപ്പോൾ നമ്മളതിനെ ആ ക്ഷേത്രത്തിന് മുമ്പിൽ തൊഴാൻ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഓം എന്ന് മാത്രമേ അയാളുടെ ഉള്ളിൽ വരികയുള്ളൂ. അപ്പോൾ ആ ഒരു ഓം എന്നുള്ള അതൊരു വിഗ്രഹമാണ്. ഒരു വിഗ്രഹത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ വിഗ്രഹത്തിനെ തന്നെ തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര മനഃശാസ്ത്രപരവും ഇത്ര ആത്യന്തികമായ ഒരു ശാസ്ത്രീയമായ വീക്ഷണത്തിലാണ് ഗുരു ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ യഥാർത്ഥത്തിൽ ഈ ശിവഗിരി സന്യാസിമാർ ചെയ്തിരിക്കുന്നത് വലിയൊരു പാതകമാണ്. കാരണം ഈ സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രത്തിനോട് ശിവഗിരി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ശിവഗിരി എന്നുള്ള അർത്ഥം തന്നെ
അത് മാറിപ്പോകും അത് മാറിപ്പോകും എന്നുള്ളതാണ്. കാര്യം അവർക്ക് ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ ദൈവം മാത്രമാണ് നല്ലത്, അല്ലെ ഏകദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന ഈ പ്രാർത്ഥന, സർവ്വമത പ്രാർത്ഥന കേന്ദ്രത്തിൽ നിന്ന് ഒരിടത്തു നിന്ന് ഇങ്ങനെ മുഴുകി കേൾക്കുമ്പോൾ പിന്നെ ഇതെങ്ങനെ സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രമായി മാറും? അവർക്ക് അവരുടെ ദൈവം എന്ന് മാത്രമല്ലേ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. തീർച്ചയായിട്ടും അത് ഒരു വലിയ വിഷയമാണ്. ഉദാഹരണത്തിന് ക്രിസ്തുവിനെ ക്രിസ്തീയ സഭയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ക്രിസ്തീയ സഭയ്ക്ക് മനസ്സിലാകാത്തതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കൊച്ചിയിൽ മാർട്ടിൻ പള്ളിയുടെ ഇപ്പുറത്ത് നോക്കുമ്പോൾ പള്ളിയുടെ മുമ്പിൽ വലിയ മുദ്രാവാക്യങ്ങളും ബഹളമൊക്കെ, പള്ളി ഗേറ്റ് താഴിട്ട് പൂട്ടുകയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഈ ക്രിസ്തുവിനെ അറിയാതെ ഈ ക്രൈസ്തവ സഭയിലെ അനുയായികൾ കാണിക്കുന്ന വേലകളാണ്, അജ്ഞത കൊണ്ടാണത്. അപ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് ക്രിസ്തുവിനെ അറിയാതിരുന്നതിൻ്റെ ഫലം കൊണ്ടാണ് ഈ 2 വർഷത്തിരുന്നതിൽ 1 വർഷം ഇടതുപക്ഷമായി മാറിയത്. ശരിക്കും ഈ ഇടതുപക്ഷത്തെ നയിക്കുന്നത് ഈ ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്തീയ സഭയുടെ സ്വാധീനമാണ്. ഇപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എന്തോ ഒരു മഹത്തായ സാധനമാണ്, ഹൃദയപക്ഷം എന്നൊക്കെ വ്യാഖ്യാനമൊക്കെ ഉണ്ടാവുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് വരാൻ കാരണം ഇതാണ്. 2 വർഷത്തിരുന്നു, ഇടതുപക്ഷത്തിരുന്നൊരു പുരോഗമനപരമായി ചിന്തിച്ചു, മറ്റൊരു കൺസർവേറ്റീവായിട്ട് ചിന്തിച്ചു, അങ്ങനെ ഇടതും വലതുമായി. അപ്പോൾ ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോഴും ഈ ഇടത് എന്നുള്ള പ്രയോഗം വരാൻ കാരണം ഈ ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്തീയ സഭയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പം ഞങ്ങളുടെ ദൈവമാണ്. ഉദാഹരണത്തിന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ബി കാം ആൻഡ് ഫീൽ ദാറ്റ് ഐ ആം ഗോഡ്. ശാന്തമാകൂ, എന്നിട്ട് നീ തന്നെ ദൈവമാണെന്ന് അറിയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശാന്തം എന്ന് പറഞ്ഞ സംഗതി എന്താ? എല്ലാം അടങ്ങി നിശ്ചലമാവുന്ന അവസ്ഥയാണ്. നിശ്ചലമാകുമ്പോൾ ഓളം പറ്റുമ്പോഴാണ് 2 ഓളത്തിന് നമുക്ക് കാണാൻ പറ്റും. നിശ്ചലമാകുമ്പോൾ ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ, ജലം മാത്രമേ ഉള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ അദ്വൈതമാണ്. എന്നിട്ട് നീ അറിയുമെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ, അത് മാത്രമേ ഉള്ളൂ. അതായത് ഈ തത്വമസി എന്ന് പറഞ്ഞതിൻ്റെ ഒരു അറബിക് വെർഷനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എന്നുള്ളതിനാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് മാത്രമേ ഉള്ളൂ. അത് പാവം ചില ഇസ്ലാം മത വിശ്വാസികൾ ഞങ്ങളുടെ അള്ളാഹ് മാത്രമേ ദൈവമുള്ളൂ എന്ന് തെറ്റിദ്ധരിച്ചപ്പോഴത്തേക്ക് സംഗതി മാറി. അതെ, ലോകത്തിൽ തന്നെ അപകടമായി മാറി. അപ്പോൾ അവിടെ വേണ്ടത്, ശിവഗിരിയിൽ വേണ്ടത്, അവിടെയും ശ്രീനാരായണഗുരുവിലേക്ക് നോക്കുക. ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു അവിടെ സർവ്വമത പാഠശാല സ്ഥാപിച്ചിട്ടുണ്ട്. ആ പാഠശാലയെ വളരെ സക്രിയമാക്കി, സജീവമാക്കി ഉണർത്തിയെടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ശിവഗിരി മഠം ചെയ്യേണ്ടത്. അവിടെയാണ് പഠിപ്പിക്കേണ്ടത്. അവിടെ ഖുറാനും പഠിപ്പിക്കണം, ബൈബിളും പഠിപ്പിക്കണം, ഗീതയും പഠിപ്പിക്കണം, ഉപനിഷത്തുകളും പഠിപ്പിക്കണം. അത് പഠിച്ചു വരുന്ന സമയത്താണ് അതിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ ഇതിൽ ഒരു 10 പേര് പഠിച്ചാൽ അല്ലെങ്കിൽ 20 പേര് പഠിച്ചാൽ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഇത് തെളിഞ്ഞു കിട്ടും. ആ ഒരാൾ തെളിഞ്ഞാൽ മതി. ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ടായ തെളിവ് ഞാനും താങ്കളും നമ്മുടെ വരും തലമുറകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതെ. അപ്പോൾ അവിടെ ഒരു വ്യക്തിയാണ്. അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണ ഗുരു ഇപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠയാണെങ്കിലും ശിവഗിരി ആണെങ്കിലും പിന്നീട് നടത്തിയ പ്രതിഷ്ഠകളാണെങ്കിലും പിന്നീട് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ആണെങ്കിലും ഈ ഭാരതീയമായ ഉപനിഷത്ത് രഹസ്യത്തിൻ്റെ അതിൽ നിന്നുണ്ടായ ദർശനത്തിൻ്റെ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ പ്രായോഗികത കാലികമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. നമ്മുടെ ഈ ഉപനിഷത്താണെങ്കിലും വേദങ്ങളാണെങ്കിലും നമ്മുടെ ഭാരതീയമായ സംസ്കാരം എന്തു തന്നെയാണെങ്കിലും അത് സമൂഹത്തോടെ അല്ല സംസാരിക്കുന്നത്, അത് വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. സുഖം ഒരിക്കലും ഒരു സമൂഹത്തിന് ഒന്നിച്ചറിയാൻ പറ്റത്തില്ല. സുഖം വ്യക്തിക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പഞ്ചസാരയുടെ രുചി എങ്ങനെയാണോ വ്യക്തി അറിയുന്നത്, അതേപോലെ മാത്രമേ സുഖം അറിയാൻ പറ്റുകയുള്ളൂ. പിന്നെ പൊതുവിൽ നമുക്ക് ഈ സുഖങ്ങളൊക്കെ ഉണ്ടാക്കുകയും രസം ഉണ്ടാക്കുകയും സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യാം. സുഖത്തിലേക്ക് നമുക്ക് സൂചന കൊടുത്തു വിടാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ സാമൂഹികമായ ഏർപ്പാടുകളെല്ലാം. ഇപ്പോൾ ഉത്സവം, അതേപോലെ ആചാരങ്ങൾ, ഇതെല്ലാം ഈ ലക്ഷ്യത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ അത് മറന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മാത്രം ചുരുങ്ങുന്ന സമയത്ത് അവിടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ക്രിസ്തുവിനെ അറിയാത്ത ക്രിസ്തീയ സഭയ്ക്ക് പറ്റിയ അപകടം എന്ന് പറഞ്ഞാൽ അവർ ജനക്കൂട്ടത്തെയാണ് കാണുന്നത്, കോൺഗ്രിഗേഷനെയാണ് കാണുന്നത്. കോൺഗ്രിഗേഷൻ കണ്ട് അവരെ ഇങ്ങനെ കൊണ്ട് നയിച്ചു നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ശ്രീനാരായണ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് പറയുന്നത്.
മനുഷ്യരെന്നാണോന്നല്ല പറയുന്നത്, മനസ്സിലായില്ലേ? മനുഷ്യൻ, വ്യക്തി, ആ വ്യക്തിക്കാണ് ശുദ്ധി വരുത്തേണ്ടത്. അപ്പോൾ ഓരോ വ്യക്തിയും ഉത്തരവാദിത്തത്തിലേക്ക് ഉണർത്തുകയാണ് ചെയ്യുന്നത്. ആ ഉത്തരവാദിത്തത്തിലേക്ക് ഉയരുന്ന ഓരോ വ്യക്തിയും ഉത്തരവാദിത്തത്തിലേക്ക് എന്നാണോ എപ്പോഴാണോ ഉയരുന്നത്, ആ ഓരോ ഉയർച്ചയും ആ വ്യക്തിയെ സംബന്ധിച്ച് നവോത്ഥാന പ്രക്രിയയാണ്. കാര്യം ഉണരുക എന്ന് പറയുന്നതിന് ആ ഊർജ്ജം ആവശ്യമുണ്ട്. ആ ഊർജ്ജം ഒരിക്കലും ഒന്നിനും കീഴടക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് അതിനെ നവ ഉത്ഥാനം എന്ന് പറയുന്ന സാധനം. എന്തായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളെയൊക്കെ പൂർണ്ണ അർത്ഥത്തിലാണോ ഈ ശിവഗിരി മഠത്തിലെ അധികൃതർ ഇപ്പോൾ ഉൾക്കൊണ്ടെന്നുള്ളത് സംശയം തന്നെയാണ് അല്ലേ? സംശയമല്ല, അവർക്ക് ശ്രീനാരായണ ഗുരുവിനെ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശ്രീനാരായണ അത് ഞാൻ പിന്നീട് ഈ സർവമത പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ആലോചിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇന്ന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നതിനേക്കാൾ ഏറ്റവും വികൃതവും മോശവുമായിട്ടുള്ള അധികാര വടംവലിയും ഉൾക്കള്ളികളും ഉള്ളുകളികളും ഒക്കെയാണ് ഈ അവിടെ ശിവഗിരിയിൽ അധികാരത്തിന് വേണ്ടി സ്വാമിമാർ നടത്തുന്നത്. ഒരിക്കലും അത് സ്വാമിമാരുടെ ഭാഗത്തു നിന്ന് സന്യാസം എന്ന അർത്ഥം തന്നെ അതില്ല, സമ്യക്കായിട്ട് ന്യസിക്കുക. സന്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു വേഷം ആ വേഷത്തിനോട് പോലും അവർക്ക് കൂറുപുലർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അവിടെ നടക്കുന്ന ഇപ്പോഴും അറിയാമല്ലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ അധികാരം പിടിച്ചെടുക്കാനായിട്ട് ഞങ്ങൾ സമിതി ഇത്രയൊക്കെ നടത്തി, ഞങ്ങൾ വത്തിക്കാനിൽ പോയി 100-ാം വാർഷികം ആചരിച്ചു, അങ്ങനെ വരുത്തി. അപ്പം മറിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷം, ഈ 2024 മുഴുവൻ ഈ അവിടുത്തെ സർവമത പാഠശാലയിൽ ഓരോ മതത്തിൻ്റെയും പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് അതിൽ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ഇസ്ലാം മതത്തിലുണ്ട്, ക്രിസ്തീയ സഭയിൽ താരതമ്യേന കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ബൈബിളൊക്കെ മനോഹരമായിട്ട് പ്രായോഗികമായിട്ട് വ്യാഖ്യാനിക്കുന്ന നല്ല, അതേപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. കേരളത്തിലില്ലാത്തവരെ പുറത്തുനിന്ന് എവിടുന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നാണെങ്കിലും കൊണ്ടുവന്ന് അവിടെ നല്ല ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ നടത്തിയിരുന്നെങ്കിൽ അത് കേരളത്തിന് നമുക്ക് പുറത്തേക്ക് വരുന്ന ആ ഒരു സന്ദേശങ്ങളും അതിൻ്റെ അറിവുകളും വിലമതിക്കാനാകാത്ത ഉദാത്തവും നമ്മുടെ കാലികമായി ആവശ്യമുള്ളതുമായി. അപ്പം മറ്റൊന്ന്, ശിവഗിരി മഠത്തിൻ്റെ വാസ്തവത്തിൽ ഒരു അല്പ അതിശയോക്തിയോടെ പറയുകയാണെങ്കിൽ ഒരു CPM മനസ്സുള്ള സന്യാസിമാരാണോ അവിടെ ഉള്ളതെന്ന് പോലും സംശയിച്ചു പോവുകയാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി സെക്യുലറിസത്തെക്കുറിച്ച് വെച്ച് പുലർത്തുന്ന ചില കാഴ്ചപ്പാടുകളാണ് ഈ സർവമത പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ പിന്നെ അതിനെക്കുറിച്ചുള്ള തുടങ്ങാൻ പോകുന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന സാധനം. അപ്പോൾ എന്തായാലും അത് കൃത്യമായി പൂർത്തിയാവുക, ഏത് രീതിയിലേക്ക് മുന്നോട്ട് പോകും, വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചാ വിഷയമൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.